താഴ്വര ശാന്തമാണ്, അതിർത്തി ജില്ലകൾ ശാന്തമാണ്. അവിടെ ജനങ്ങളൊക്കെ സാധാരണ രീതിയിലേക്ക് വന്നു തുടങ്ങിയെന്നറിയുന്നു. ഇപ്പോൾ ഒരിടത്തും വലിയ നിർദ്ദേശങ്ങളൊന്നുമില്ല. അപ്പോഴും ജനങ്ങൾക്കൊരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അമൃത്സറിൽ ഇപ്പോഴും ഹൈ അലർട്ട് തുടരുന്നുണ്ട്. അവിടെ ഒരു പക്ഷേ ജാഗ്രതാ സൈറണുകളൊക്കെ മുഴങ്ങും എന്നൊരു മുന്നറിയിപ്പുണ്ട്. കശ്മീരിലെ കുൽഗാമിലും ഷോപ്പിയാനിലും ഈ സംസ്ഥാന ഏജൻസികളുടെ റെയ്ഡ് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്, സാഹചര്യം ഏത് തരത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളുമായി ഗൗതം നമുക്കൊപ്പം ചേർന്നുണ്ട്. ഗൗതം, അതിർത്തികൾ ശാന്തമാണ്, പക്ഷെ അപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ആശങ്ക നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ വെടിനിർത്തലൊക്കെ കരാർ നിലവിൽ വന്നെങ്കിലും ഇപ്പോൾ ഈ പ്രകോപനങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ജനങ്ങൾ ജാഗ്രത തുടരണം എന്നൊരു നിർദ്ദേശം നിലനിൽക്കുന്നു. അതുപോലെ അമൃത്സറിൽ റെഡ് അലേർട്ട് ഉണ്ട്. ഇതിലേറ്റവും പ്രധാനം ഇപ്പോൾ ഈ കശ്മീരിലെ പലയിടങ്ങളിലും നടക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ഗൗതം ഈ മണിക്കൂറിൽ? ഇത് സൂചിപ്പിച്ചതിനാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം NIA പ്രാദേശിക ഭരണകൂടവും ജമ്മു പോലീസും ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ആ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ നിന്ന് ഉൾപ്പെടെ സഹായം ലഭിച്ചിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഈ പരിശോധനകൾ നടത്തിയിരുന്നു, ഇപ്പോൾ അത് തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുൽഗാമിലും ഷോപ്പിയാനിലും ഉൾപ്പെടെ NIAയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ നടക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA നടത്തുന്ന അന്വേഷണം അത് യാതൊരു തരത്തിലും പിന്നോട്ട് പോയിട്ടില്ല. അത് കൂടുതൽ മികവുറ്റ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് റെയ്ഡുകൾ നടത്തുന്നതെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് കുൽഗാമിൽ. അതോടൊപ്പം തന്നെ ഷോപ്പിയാനിൽ ഭീകരർക്ക് സഹായം ചെയ്തവരുടെ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട മറ്റു ഉള്ള ആളുകൾ, ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അവരെ സഹായിച്ചതിനുള്ള തെളിവുകൾ എന്തെങ്കിലും ലഭ്യമാകുമോ എന്നുള്ളതാണ് ഈ പരിശോധനയുടെ പ്രധാനമായും പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ അമൃത്സറിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. നമുക്കറിയാം വലിയ തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ നേരിട്ടൊരു സ്ഥലമാണ് പഞ്ചാബിലെ അമൃത്സർ. ആ അമൃത്സറിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം വലിയ സുരക്ഷ നിലനിൽക്കുന്നുണ്ട്. അമൃത്സറിൽ റെഡ് അലേർട്ട് നൽകാൻ കാരണം ഈ ഇവാക്വേഷൻ നടപടിയുടെ ഭാഗമായി മാറ്റിയ ആളുകളുണ്ട്, അവരെ തിരികെ കൊണ്ടുവരണം. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പവർ സപ്ലൈയിലൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നം നേരിട്ടൊരു മേഖല കൂടിയാണ് അമൃത്സർ. അതുകൊണ്ട് ഇതൊക്കെ പുനഃസ്ഥാപിച്ചതിന് ശേഷം മാത്രമേ ഇവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ആ സാഹചര്യത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണം എന്ന നിലയിലാണ് അമൃത്സറിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് സൈറണുകൾ കൃത്യമായി നൽകിക്കൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് അമൃത്സറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ദിവസം നമ്മൾ ഓർക്കേണ്ടത്, ഇന്നിപ്പോൾ ബ്രഹ്മോസിൻ്റെ മറ്റൊരു മിസൈൽ നിർമ്മാണ പരീക്ഷണ കേന്ദ്രം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാവിലെ 11 മണിക്കാണ് ഈ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത്. ലക്നൌവിലാണ് ഈ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ഏറ്റവും നിർണായകപരമായ ഒരു മിസൈലാണ്. അതുകൊണ്ട് തന്നെ ആ മിസൈൽ യൂണിറ്റിൻ്റെ പുതിയ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങുന്നത് ഈ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള വാർത്താ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഈ ബ്രഹ്മോസിൻ്റെ സ്റ്റോറേജ് മേഖലകൾ തകർത്തു എന്നുൾപ്പെടെയുള്ള വ്യാജ പ്രചരണങ്ങൾ പാകിസ്ഥാൻ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇന്ത്യ കൃത്യമായ പ്രതികരണം നൽകുകയും ആ പ്രചരണങ്ങൾ വ്യാജമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ബ്രഹ്മോസിൻ്റെ പുതിയൊരു യൂണിറ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു. അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. അതിർത്തി പൊതുവെ ശാന്തമാണ്. ജമ്മു കാശ്മീരിലും പഞ്ചാബിലും രാജസ്ഥാനിലും ജയ്സൽമേർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളെല്ലാം തന്നെ ശാന്തമായ രീതിയിലാണ് പോകുന്നത്. ജനജീവിതം അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഈ ബ്രഹ്മോസിന്റെ ഇപ്പോൾ ഈ ഗൗതം പറഞ്ഞ പോലെ മിസൈൽ യൂണിറ്റ് പ്രതിരോധ മന്ത്രി 11 മണിക്ക് രാജ്യത്തിന് സമർപ്പിക്കുന്ന അതേ സമയത്ത് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തുമെന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സിദ്ധു, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അത് ഇപ്പോൾ സമയം അത് 11 മണിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. അതായത് ഈ രാജ്യത്തെ സുരക്ഷ പുനഃസ്ഥാപിച്ച് രാജ്യം സാധാരണഗതിയിലേക്ക് അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെ തിരികെ വരുമ്പോൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്, ഇനി തിരികെ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ എന്തൊക്കെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണം, അത് എത്ര നാൾ പാലിക്കണം, എന്തൊക്കെയാണ് അതിനുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ, അതിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നുള്ള വിശദമായ ഒരു ബ്രീഫിംഗ് ആയിരിക്കും ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രാദേശിക ഭരണകൂടങ്ങളാണ് ആ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ രാജ്യം പ്രതിരോധ മന്ത്രാലയം തന്നെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള
നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഒരു സാധാരണ നിലയിലേക്ക് തിരികെ വരുന്നു നമ്മൾ പറയുന്നത് അവിടുത്തെ ജനങ്ങൾ ആ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക, അതിൽ സജ്ജമായിരിക്കുക, അതിനെ നേരിടാനുള്ളൊരു പ്രാപ്തി ഉണ്ടാകുക. ഒപ്പം തന്നെ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, പ്രത്യേകിച്ച് ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്താണ്, ഇങ്ങനെ തുടങ്ങി വിവിധ വിഷയങ്ങൾ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾക്കകത്ത് എങ്ങനെ വേണം ഇടപെടാൻ എന്നത് സംബന്ധിച്ച് രാജ്യം നൽകുന്ന നിർദ്ദേശമായിരിക്കും. ഒപ്പം തന്നെ അതിർത്തികളിൽ പാലിക്കേണ്ട സംയമനത്തെക്കുറിച്ചുള്ള വിശദീകരണം ഉണ്ടാകും. ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ, അത് നയപരമായ നടപടികൾ എങ്ങനെയാണ് സ്വീകരിക്കുക, ഈ വെടിനിർത്തൽ പുനഃസ്ഥാപിച്ച് അതിനെ നിലനിർത്തുന്നതിന് വേണ്ടി, സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഈ സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അട്ടാരി അതിർത്തികൾ അടച്ച കാര്യങ്ങൾ, നിയന്ത്രണ മേഖലയിൽ കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങൾ, ഇതൊക്കെ റിവോക്ക് ചെയ്യണം. ഇതിനെയൊക്കെ പഴയ ഗതിയിലേക്ക്, സാധാരണ നിലയിലേക്ക് കൊണ്ടുവരണം. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിന് എന്തൊക്കെ നടപടികളാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ടത്, സർക്കാർ അതിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു, എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു, ആരുമായി ചർച്ചകൾ നടക്കുന്നു, സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് അതിർത്തി മേഖലയിലെ ജനങ്ങൾ, അവർ എന്തൊക്കെ മുൻകരുതൽ സ്വീകരിക്കണം, എങ്ങനെയായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ സാധാരണ ജീവിതം തുടരുമ്പോഴും ഇത്തരം സാഹചര്യങ്ങളോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഒപ്പം തന്നെ ഈ ഭീകരവാദ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന്, ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കുന്നതിന് സംയുക്തമായി എന്തെല്ലാം ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക എന്നാണ് നമുക്ക് വിലയിരുത്താനാകുക. എന്തായാലും രാജ്യം പതുക്കെ അതിൻ്റെ സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരികെ മടങ്ങുകയാണ് സേവു. ഓക്കെ ഗൗതം, അത് തന്നെയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചതും കാണാൻ ആഗ്രഹിച്ചതുമായ കാര്യം. ഒരു വലിയൊരു ഭീതി ഒഴിവായി രാജ്യം വീണ്ടും സമാധാന അന്തരീക്ഷത്തിലേക്ക് മടങ്ങുകയാണ്. ഇനി ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം 11 മണിക്ക് നടക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ അതിലായിരിക്കും നമുക്കിനി കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വരിക. ഇനി എന്താണ് മുന്നിൽ, ഇതുവരെ ഉള്ളത് നമ്മൾ കണ്ടു, ഇനി എന്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരിക.